Assalamualaikum, വെൽക്കം ബാക്ക് ടു ഫെല്ല മൈ വേൾഡ്. അപ്പോൾ പെരുന്നാളൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു അറബിക് സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. ഇനി ഞാൻ ഒരു 1/2 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. വറുത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ബട്ടറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ അതൊരു 1/4 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് കൂട്ടുക കേട്ടോ. ഇതൊഴിച്ചിട്ട് ഒരു 3 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതൊരു പെട്ടെന്നാവുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ മെഷറിംഗ് കപ്പിൻ്റെ ചെറിയ കപ്പില്ലേ, അതിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കുറച്ചിട്ടിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിത് വിട്ട് കിട്ടും. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇത് ഞാനിപ്പോൾ എനിക്ക് 4 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ 4 എണ്ണ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഫൈനലായിട്ട് കുറച്ച് പിസ്ത ഒന്ന് ചെറുതാക്കി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 3 ഇൻഗ്രീഡിയൻസോട് നമുക്കിത് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്, നല്ലൊരു ക്രഞ്ചിയും അതുപോലെ തന്നെ ഓവർ സ്വീറ്റ്നെസ്സൊന്നും ഇല്ലാത്ത ഒരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി കാണും, അതും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.